ഒരു വിഷയത്തിൽ ഒരു ദിവസം ഇടപെട്ടതിനെ സംബന്ധിച്ച് വീണ്ടും സിസ്റ്റം പരാജയമാണ് എന്നൊന്ന് പ്രൂവ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അപകടം നടക്കുന്നേ മതിയാകൂ എന്നുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. ആരെങ്കിലുമൊക്കെ കാണാറുണ്ടോ? ഒരു 2 ആഴ്ച മുന്നേ ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ആ മരം വൈദ്യുതി കമ്പിയോടുകൂടി നിലം പൊത്തി ആരെങ്കിലും ജീവനെടുത്താൽ മാത്രമേ ഇനി നടപടി ഉണ്ടാകൂ എന്നുള്ളൊരു അവസ്ഥയാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങളെ ദൃശ്യം കാണിക്കാൻ 2 ആഴ്ച മുന്നേ ലൈവ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. കാര്യവട്ടം യൂണിവേഴ്സിറ്റിക്ക് സമീപം ഒരു മരം അപകടകരമായ നിലയിൽ നിൽക്കുന്നതിന്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അന്ന് ആ മരം എങ്ങനെയാണോ നിൽക്കുന്നത് വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് നോക്കൂ, വൈദ്യുതി ലൈനോടുകൂടി തകർക്കാൻ വേണ്ടി എങ്ങനെയാണോ നിൽക്കുന്നത് അതേപടി തന്നെ ആ മരം ഇപ്പോഴും അവിടെ അപകടാവസ്ഥയിൽ നിലനിൽപ്പുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഇതുവരെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഒന്ന് നോക്കി, അപ്പോൾ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്നലെ തേവലക്കരയിൽ ഒരു കുട്ടി വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു മരം നോക്കൂ ഇത്രയും അപകടകരമായ നിലയിൽ നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഇവിടത്തെ ഒരു സംവിധാനവും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഏത് സിസ്റ്റം നന്നായതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്? നോക്കിയേ, ഇത് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. വൈദ്യുതി ലൈൻ ഉൾപ്പെടെ എല്ലാം ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. നോക്കൂ, അതിന്റെ കണ്ടോ? എപ്പോ വേണോ ഈ ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്ത് പോകുന്നവരുടെ തലയിലേക്ക് ഇത് വീഴാം. അങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആ മരത്തിന്റെ മൂട് കൂടി അന്ന് ഞാൻ കാണിച്ചിരുന്നു. അതുകൂടി ഒരിക്കൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നോക്കിയേ, കണ്ടോ? നല്ല ഉറപ്പുള്ള മരമൊന്നുമല്ല, കണ്ടോ? മൂടെല്ലാം ദ്രവിച്ച് നിൽക്കുകയാണ്. ദ്രവിച്ച് നിൽക്കുന്ന മരം ചെന്ന് ലൈൻ കമ്പിയിൽ ടച്ച് ചെയ്ത് നിൽക്കുക. കണ്ടോ? ദൃശ്യങ്ങൾ എത്രത്തോളം വ്യക്തമാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പരമാവധി കാട്ടിത്തരാൻ പരിശ്രമിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണോ? ഇവിടെ പഠിക്കുന്നതാണോ? ഒരു വിദ്യാർത്ഥി നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. ഒരു കാര്യം അനിയതാ, ഇത് കണ്ടോ? ഒരു മരം നിൽക്കുന്ന അവസ്ഥ കണ്ടോ? കണ്ടോ? നിങ്ങളൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നതല്ലേ? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടോ? അതിന്റെ അപകടാവസ്ഥ ഉണ്ടോ? ലൈൻ കമ്പിയിൽ ഉൾപ്പെടെ ടച്ച് ചെയ്ത് എപ്പോഴും വേണോ മറിഞ്ഞു നിൽക്കാന്നൊരു അവസ്ഥയാണ്. നിങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണോ ഇതുവരെ? ക്ലാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. ഒരു നടപടി ഉണ്ടാകുന്നില്ല. എന്താണ് അത് കാണുമ്പോൾ പറയാനുള്ളത്? ഭയാനകമായ അവസ്ഥയല്ലേ? ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കുട്ടി ലൈൻ കമ്പിയിൽ ഷോക്കേറ്റ് മരിച്ചു. നിങ്ങൾ രാവിലെ വന്ന സമയത്ത് ഇത് ഒടിഞ്ഞു വീണ് പൊട്ടി താഴെ കിടക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അപകടം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഇല്ലയോ? അല്ലയോ? മാറ്റേണ്ടതല്ലേ? തീർത്തും അപകടകരമായ അവസ്ഥയല്ലേ കാണുന്നത്? അല്ലയോ? ഇതാണ് ഇവിടെ കാര്യവട്ടത്ത് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രതികരണമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഇതാ നോക്കൂ, അതായത് കഴക്കൂട്ടത്തിന്റെ KSEBയുടെ കീഴിലുള്ളതാണ്. ആ പോസ്റ്റ് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചു. കഴക്കൂട്ടം കണ്ടോ? 42 എന്ന പോസ്റ്റിന് തൊട്ടടുത്താണ് ഈ ദൃശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ആരാണ് പരിഹരിക്കേണ്ടത്? നാട്ടുകാരുടെ, അതായത് തേവലക്കരയിൽ ഒരു കുട്ടിക്ക് ഷോക്കേറ്റ് മരിക്കുമ്പോൾ ഓടി വരുന്ന സിസ്റ്റം, ഉടനടി നടപടി ഉണ്ടാക്കുന്ന സിസ്റ്റം, നല്ല മഴയും കാറ്റുമുള്ള സന്ദർഭമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ മരം വീണ് കഴിയുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ വന്നിട്ട് ഇത് ശരിയാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതിന്റെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ആരുത്തരവാദിത്വം പറയും? അന്ന് വൈദ്യുതി വകുപ്പിന് ഉത്തരവാദിത്വം ഉണ്ടാവും, ദേശീയപാത അതോറിറ്റിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മരം ഇനിയിപ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആരിതിന് ഉത്തരവാദിത്വം പറയും? അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ അനാസ്ഥകളെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ഈ കാര്യവട്ടം മേഖലയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. അവർ നടന്നു പോകുന്ന വഴിയാണ്. നിങ്ങൾ നോക്കിയേ, ആ നടന്നു പോകുന്ന ഇത് കണ്ടോ? അവരുടെ നടപ്പാതയാണ്. ഇതിനോടൊപ്പമാണ് ദേശീയപാതയാണ് ഇതുള്ളത്.
അനുദിനം ഇവിടെ ഒരു കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരം മറിഞ്ഞു വീഴുന്ന സ്ഥിരം സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു മരം അപകടാവസ്ഥയിലാണെന്ന് 2 ആഴ്ച മുന്നേ ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ട് പോലും അങ്ങനെ അത് അറിയാനോ അതിനെതിരെ ഒരു നടപടിയെടുക്കാനോ ആൾക്കാരില്ല, ജനപ്രതിനിധികളില്ല, തിരിച്ചറിയാൻ ഒരു സംവിധാനം ഇല്ല എന്നൊക്കെ പറയുന്നത് തീർത്തും ദയനീയമായിട്ടുള്ളൊരു സിസ്റ്റമാണെന്ന് പറയേണ്ടി വരികയാണ്. ഇതിനി ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? ഇന്ന് അറിയേണ്ട സംവിധാനങ്ങളാണ് ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടിയാൽ പോലും ഈ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉണരുള്ളൂ എന്ന് പറയാണ്. ഫയർഫോഴ്സിന് ഇത് അറിയാൻ കഴിയില്ല, KSEBിക്ക് അറിയണ്ട. ഈ മരം മറിഞ്ഞു വീണാൽ ഇതിന്റെ തൊട്ടടുത്തായിട്ട് 2 പോസ്റ്റുകൾ കൂടി നിൽപ്പുണ്ട്. ഇതും കൂടി പൊട്ടി വീണ് വലിയ അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ്ട കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന വഴിയാണ്. ആ കുട്ടികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനുള്ള ഒരു അവസ്ഥ. ഒരു ലൈൻ കമ്പിയിലാണെങ്കിൽ കൃത്യമായി ടച്ച് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത് പച്ച മരമായതുകൊണ്ട് വൈദ്യുതി ഇതിലൂടെ പ്രവഹിക്കാൻ കൂടി സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കടുത്ത അനാസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ പോലും ഇത്രയും വാഹനങ്ങൾ സഞ്ചരിക്കുന്നൊരിടത്ത് ഒരു മരം ഇത്രയും അപകടാവസ്ഥയിൽ നിന്നിട്ട് പോലും അതിൽ ഇടപെടാനായിട്ട് ഇവിടത്തെ സിസ്റ്റം ശരിയല്ലെങ്കിൽ ആ സിസ്റ്റങ്ങൾ പൊളിച്ചെഴുതിയേ മതിയാകുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ. ഒരു കുട്ടി തേവലക്കരയിലെ ഒരു സ്കൂളിൽ ഒരു കുട്ടി ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ വൈദ്യുതി വകുപ്പ് ഉണരുകയാണ്. അതിനു മുന്നേ ലൈൻ കമ്പിയിൽ ഇവിടെ മറിഞ്ഞു കിടക്കുന്ന മരം മുറിക്കാനായിട്ട് 2 തവണ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ആളില്ലെങ്കിൽ ആ സിസ്റ്റം ഒക്കെ തകർന്നേ മതിയാകുള്ളൂ. അതിലിനി എത്ര പണിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫയർഫോഴ്സോ മറ്റേത് സംവിധാനമോ ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞാലും ഒരു അപകടം നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ലൈൻ കമ്പിയിൽ ഈ രീതിയിൽ അപകടാവസ്ഥയിൽ ഒരു മരം ചാഞ്ഞു നിന്നിട്ട് അതിനെ സംബന്ധിച്ച് അറിയിച്ചാൽ പോലും ആ നോക്കൂ, ആ ഒരു ലൈൻ കമ്പി നോക്കൂ, വലിഞ്ഞു നിൽക്കുന്നുണ്ടോ? പൊട്ടി തലയിൽ കൂടെ തന്നെ, ചിലപ്പോൾ ഇപ്പോൾ ഒടിഞ്ഞു വീണെങ്കിൽ എന്റെ തലയിൽ കൂടെ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. 2 പോസ്റ്റ് ഉൾപ്പെടെ ഈ മേഖലയിലെ വൈദ്യുതി താറുമാറാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഈ ആ സിസ്റ്റത്തിനകത്തിരിക്കുന്നവരെയൊക്കെ ഇനിയും പൊളിച്ചെഴുതി അല്ലെങ്കിൽ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പുതിയ കാലഘട്ടത്തിൽ ചുറുചുറുക്കോടെ ഇടപെടുന്നവരെയൊക്കെ കൊണ്ടുവയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ഇതിപ്പോൾ ഞാൻ ഉള്ളത് കാര്യവട്ടം ഗ്രീൻഫീൽഡിന്റെ തൊട്ടടുത്താണ്. ദൂരെ നിന്നുള്ളവർ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് കഴക്കൂട്ടം എന്ന പ്രദേശമുണ്ട്. കഴക്കൂട്ടത്ത് നിന്ന് ദേശീയപാത വഴി ശ്രീകാര്യം അങ്ങനെ തലസ്ഥാനത്തേക്ക് പോകുന്ന ആ വഴിയിലെ ഈ കാര്യവട്ടം ക്യാമ്പസിന്റെ തൊട്ടടുത്ത് നിരവധിയായ കുട്ടികൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് ഇത്രയും അപകടകരമായ അവസ്ഥയിൽ ഒരു മരം നിന്നിട്ട്, അതും വൈദ്യുതി കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിട്ട് ഒരുത്തനും തിരിഞ്ഞു നോങ്ങാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ ചില സംവിധാനങ്ങളെന്ന് പറയേണ്ടി വരികയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയെങ്കിലും നടപടിയെടുക്കാതെ മറിഞ്ഞു വീണതിന് ശേഷം ജനങ്ങൾ ഈ വന്ന് എന്തെങ്കിലും നടപടിയെടുക്കാൻ വരുമ്പോൾ ജനങ്ങൾ കൈയേറ്റം ചെയ്തു കഴിഞ്ഞാലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അമ്മാതിരി അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. 2 ആഴ്ചയായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും നടപടിയെടുക്കാനോ നോക്കാനോ ഇവിടെ സംവിധാനമോ സിസ്റ്റത്തിലോ ഒരുത്തനും ഇല്ലെങ്കിൽ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന സിസ്റ്റമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി തന്നെ വരികയാണ്. ഇത്രയും വിമർശിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ആ അനാസ്ഥ കണ്ടിട്ട് പറയേണ്ടി വരികയാണ്. ഇപ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ സേഫ് സോണിലായിരിക്കും, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിനെ പോറലേൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് നിശബ്ദമായിരിക്കാൻ പറ്റും. പക്ഷേ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഈ ലൈൻ പൊട്ടി വീണ് രാത്രി ഒരുപക്ഷെ പൊട്ടി വീഴുകയാണ്, ആരെങ്കിലും വന്ന് കയറി കൊടുക്കുകയാണ്. കാര്യം ആ സന്ദർഭത്തിലൊക്കെ നോക്കി വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശം കൂടിയാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് വൈദ്യുതി പ്രവഹിക്കുക, രാവിലെ നടക്കാൻ വരുന്ന ആരെങ്കിലും അതിൽ കയറി ചവിട്ടുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയുന്നേ? അപ്പോ അറിയേണ്ടവർ ഇതൊന്നും അറിയുന്നില്ല, പരിശോധിക്കേണ്ടവർ പരിശോധിക്കുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, വരുന്നുണ്ട്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവിടെ പോയി കാട്ടിക്കൂട്ടലുകൾ നടത്തി മേനി നടിക്കലല്ല സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. ഗുരുതരമായ അനാസ്ഥയാണ്. ഇത്രയും അലംഭാവം കാണിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്.